ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇനി ഓണം ഇങ്ങ് എത്താനായിട്ട് ഒരു 3 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഡിഷ് എരിശ്ശേരിയാണ്. ഇത് നമ്മുടെ റെസിപ്പി നമ്പർ 7 ആണ്. അപ്പോൾ തുടങ്ങാമല്ലേ. ഞാനിന്ന് മൺചട്ടിയിലാണ് കറി റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മത്തങ്ങ, പച്ചമുളക്, കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യാനുസരണം വെള്ളമൊഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ നമ്മുടെ എരിശ്ശേരിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മത്തങ്ങയും വൻപയറുമാണ്. വൻപയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇത് രണ്ടും കൂടി ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഇതിൽ അരപ്പ് ചേർക്കാൻ ഒരു അരമുറി തേങ്ങ ഞാൻ ചിരണ്ടിയിട്ടുണ്ട്. അതിൻ്റെ പകുതി ഇതുപോലെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. ബാക്കി നമുക്ക് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. വറുത്തെടുത്ത തേങ്ങയിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തെടുക്കാം. അതിൽ കുറച്ച് തേങ്ങാപ്പൂളും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇടാം. അപ്പോൾ നമ്മുടെ തേങ്ങ വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പയർ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ ഒരു റെസിപ്പിയും കൂടി റെഡിയായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക. ഞാനൊരു പുതിയ യൂട്യൂബർ ആയതുകൊണ്ട് നിങ്ങളുടെ കമൻസിനൊക്കെ അത്ര വാല്യൂ ഉണ്ട് കേട്ടോ. വരാനിരിക്കുന്ന വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.